എന്തൊരു ഉറക്കമാണ്? ഓഹോ, ഇതും തുടങ്ങിയോ? ഉറക്കം ഇപ്പൊ മാറ്റിത്തേ. ആരാ? ഞാൻ കൃഷ്ണേട്ടനാണെന്നാ വിചാരിച്ചത്. നിങ്ങൾ ആരാ? ഞാൻ കൃഷ്ണന്റെ ഒരു കൂട്ടുകാരനാ. കൂട്ടുകാരനോ? പേരെന്താ? രാമൻകുട്ടി. ഇതിനു മുമ്പ് ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. എന്റെ സ്ഥലം അല്പം അകലെയാണ്. ഇങ്ങനെ ഒരു കൂട്ടുകാരനുള്ളതായിട്ട് കൃഷ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുമില്ല. കൃഷ്ണേട്ടന്റെ കൂട്ടുകാരനാണോ? അതെ. എന്താ ഈ കയ്യിൽ കെട്ടിയിരിക്കുന്നത്? അത് ഇന്നലെ രാത്രി ഒരു കാർ തട്ടിയതാ. പോലീസിനെയൊക്കെ അറിയിച്ചാൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇത് കൃഷ്ണന്റെ ആരാണ്? ആരാണെന്ന് പറയാറായിട്ടില്ല. എനിക്കിവിടെ ഗീതയും ഗീതയുടെ അന്ധയായ അമ്മയും മാത്രമേ ബന്ധുക്കളായിട്ടുള്ളൂ. ഞാൻ പോയി എളുപ്പം കാപ്പി കൊണ്ടുവരാം. എന്റെ പുറത്ത് കാർ തട്ടിയതാണെന്ന് എന്തിനാ കള്ളം പറഞ്ഞത്? വെടിയുണ്ട ഏറ്റതാണെന്ന് അറിഞ്ഞാല് അവള് പേടിച്ചു പോകും. അത് ശരിയാണ്. ആട്ടെ, ഇന്നലെ രാത്രി പോയ കാര്യം സാധിച്ചു? ഇല്ല. അപ്പോൾ വെറുതെ ഉറക്കം വെച്ചത് മിച്ചം അല്ലേ? ഞാൻ ഉറക്കം വിളിക്കുന്നത് വെറുതെ ആവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേട്ടോ വിഷ, ചിലപ്പോൾ വെറും കയ്യെത്തിയാൽ മാത്രം സാധിക്കാവുന്ന കാര്യത്തിന് വേണ്ടി നമ്മൾ നാട് മുഴുവൻ അലഞ്ഞെന്ന് വരും. എത്ര അലഞ്ഞാലും ഞാൻ വിചാരിച്ച കാര്യം സാധിക്കും എന്നെനിക്കറിയാം. നടക്കട്ടെ. അപ്പോൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം വളരെ നന്ദി. ഞാൻ പോവുകയാണ്. ശരി. ഇതാ, ഇത് ഞാൻ കൃഷ്ണന്റെ നേർക്ക് നീട്ടിയതാണ്. എന്നെ മറക്കാതിരിക്കാൻ കയ്യിലിരിക്കട്ടെ. ആശാന്റെ പേര് കേട്ടാൽ ഇവിടെ കൊടി കെട്ടിയവര് പോലും മൂത്രം ഒഴിക്കും. ആ കണ്ണുകുട്ടിയുടെ മകൾ ഗീത ആശാനെ പുല്ല് പോലല്ലേ കരുതിയിരിക്കുന്നത്. അതേടാ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും അവള് കയറിയ ഡ്രൈവർ കൃഷ്ണനെ അല്ലയോ കൊത്തിയേക്കുന്നത്. പുല്ല് പോലെയല്ല, രോമം പോലെ കരുതിയിരിക്കുന്നത്. ആ, നമുക്കൊന്ന് നോക്കാം. ഓ, വലിയ ധൃതിയിലാണല്ലോ പോക്ക്. എന്താ? അല്ല, ഞങ്ങളൊക്കെ ആണുങ്ങളാ, വല്ലപ്പോഴും ഞങ്ങൾക്ക് തരണം. എന്തോന്ന്? ചായ. ഓ, അങ്ങനങ്ങ് പോയാലോ. കയ്യെന്ന് വിടറാ. ഓ, എന്ത് പറഞ്ഞടി? വിടറാ കയ്യെന്ന്. വിടില്ലേ? വിടാനാണ് പറഞ്ഞത്. യവന്മാരൊക്കെ ഏതാ? ഇവിടെയുള്ള തെമ്മാടി. ഇവിടെയുള്ളവർക്കെല്ലാം ഇവന്മാരെ പേടിയാ. പെൺപിള്ളേർക്ക് വഴി നടക്കാൻ വയ്യ. പട്ടികൾ. ഏത് വീട്ടിലാ താമസിക്കുന്നത്? ദേ ആ വീട്ടിൽ. വരൂ, ഞാൻ കൊണ്ടിനാക്കാം. അയ്യോ, ആ
വരും, വീട്ടിലേക്ക് പോ. ഇവിടെ കിടന്നോളൂ. കുറച്ച് വെള്ളം. ഇതാ കൊണ്ടുവരാം. ഇതാ വെള്ളം. ഓ, ഒരുപാട് രക്തം പോയി. എനിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ സഹിക്കേണ്ടി വന്നത്? എന്റെ പെങ്ങളെ ഒരുത്തം പൊക്കിക്കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ ഞാൻ നോക്കി നിൽക്കുന്നു. സ്വന്തം പെങ്ങളെ കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന ആങ്ങളമാരുമുണ്ട്. അവനൊന്നും ആണായിരിക്കില്ല. ഞാൻ പോയി ചൂടുവെള്ളം കൊണ്ടുവരാം. ആവി പിടിച്ച വേദന കുറയും. വേണ്ട, ഞാൻ പോവുകയാണ്. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. പ്രത്യേകിച്ചു പോകാൻ എനിക്കൊരിടവുമില്ല. ഈ നിലയിൽ നിന്നെ ഇവിടുന്ന് ഞങ്ങൾ അയക്കില്ല. വിരോധമില്ലെങ്കിൽ അസുഖം മാറുന്നവരോട് താമസിച്ചോളൂ. രാമൻകുട്ടി ചേട്ടന് വേണ്ടി എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ ഞങ്ങൾ കടപ്പെട്ടവരാണ്. ഇന്നു മുതൽ എനിക്കൊരു ചേട്ടനുണ്ടെന്ന് ഞാൻ കരുതും. ആ, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ടുവരാം. ഹലോ, കൺഗ്രാചുലേഷൻ. എവിടെയാണ്? കാണുന്നില്ലല്ലോ. ആരാ? ഞാൻ ആരാന്നോ? ഞാൻ തന്നെ. കാണുന്നില്ലല്ലോ. തനി കാണു മാറിപ്പോയി. സിംഗ, ഒരു രക്ഷയില്ലല്ലോടാ. ഹലോ, കൈ നിറയെ ഭാഗ്യരേഖയാണല്ലോ. ഫലം പറയട്ടെ. വേണ്ടേ? നമ്മളിവിടെ ഇരുന്ന പച്ച കുത്തിയാലും ചുവപ്പ് കുത്തിയാലും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമുക്കിനി വേറൊരു ബുദ്ധി ഉപയോഗിച്ചാലും വേണം. ഇത് കണ്ടാലേ പച്ച കുത്തിയാണെന്ന് തോന്നുന്നു. ആ, പിന്നൊരു കാര്യം, ഞാൻ പറഞ്ഞതെല്ലാം അവിടെ ധൈര്യമായിട്ട് പറഞ്ഞേക്കണോ. കൊച്ചപ്പാ, ഞാൻ ഒന്നാം തരം നാടകക്കാരനാ. ഏത് വർഷവും ഭംഗിയായിട്ട് അഭിനയിക്കും. ആണായിട്ട് വേണോ പെണ്ണായിട്ട് വേണം? ആണും പെണ്ണും കെട്ടതായിട്ട്. അയ്യോ, അതെനിക്കറിയില്ലേ. ഒരു വാലും കൂടി വെച്ചാൽ കുറേതായിട്ടും അഭിനയിക്കും. എടാ, നീ അക്ബർ ശങ്കർപിള്ളയെ കണ്ടിട്ടുണ്ടോ? ഞാൻ ശങ്കർപിള്ളയെ കണ്ടിട്ടുണ്ട്, അക്ബറെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ടിപ്പു സുൽത്താൻ വേലിപ്പിള്ളയുടെ പ്രഥമ ശിഷ്യനാണ് അക്ബർ ശങ്കർപിള്ള. മനസ്സിലാക്കിക്കോ. ആഹാ, അപ്പോ ടിപ്പു സുൽത്താനെ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. കിട്ടുന്നത് നമുക്ക് തുല്യമായിട്ട് പങ്കിട്ട് വെക്കാം. പിന്നെ ഞാൻ പറഞ്ഞോടത്ത് നിന്നോളണം. എന്റെ പൊന്നു കൊച്ചപ്പ, എനിക്ക് നാളെ നാടകമുള്ളതാ. എനിക്ക് ഇപ്പൊ തന്നെ പോണം. നാളെ നാടകമുണ്ടോ? അപ്പൊ ഓക്കെ, പറഞ്ഞ പോലെ ഇറങ്ങി വരും. പരിപാടി സക്സസ്. ഞാൻ പുള്ളിയെ പിടിച്ചു വെച്ചിരിക്ക. എവിടെ? അതാ. അപ്പോഴേ അടയാളങ്ങളെല്ലാം നോക്കി നല്ലോണം പരിശോധിച്ചതിന് ശേഷം കാഴ്ച വെച്ചാൽ മതി കേട്ടോ. എന്താ പറയടാ, നിന്റെ പേരെന്താ? എന്റെ പേര് കേട്ടാ നീ വിറയ്ക്കും. രാമചന്ദ്രൻ. നീ ജയിലിൽ കിടന്നവനാണ് അല്ലേടാ? ഞാൻ പലതവണ കിടന്നിട്ടുണ്ട്, ഞാൻ പലരെയും കൊന്നിട്ടുണ്ട്. നീ ആരാണോ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്ക് അറിയണം അല്ലേടാ? അയ്യോ, തല്ലി ഈ പരിപാടിയിലുണ്ടെന്ന് കൊച്ചപ്പൻ പറഞ്ഞില്ലല്ലോ. ഞാനൊരു പാവപ്പെട്ട നാടകക്കാരനാ. 3 പാർട്ട് ടിപ്പു സുൽത്താൻ. ഇത് കണ്ടോ, ഇത് കണ്ടോ? ഇത് പച്ചക്കുട്ടിയല്ല, മഷീട്ട് വരച്ചു വന്നതാ. രക്ഷപ്പെടുത്ത ഇവിടെ കൃഷ്ണേട്ടൻ ചിലപ്പോ നമ്മളെ ശരീരത്തിൽ പച്ച കുത്തു. മുറുക്കി പിടിച്ച് ചിന്തു.